തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഒരു കുഷ്ഠരോഗിയെ ധ്യാനിക്കാം. ഈശോയുടെ പക്കൽ വന്നപ്പോൾ അയാൾ ഒറ്റയ്ക്കായിരുന്നില്ല, അയാളുടെ കൂടെ 9 പേരുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ബാക്കി 9 പേരും മാഞ്ഞു പോകുന്നു. ശ്രദ്ധ മുഴുവൻ ഈ ഒരാളിലേക്ക് വരുന്നു. ആരാണത്? തിരികെ വന്ന് നന്ദി പറഞ്ഞ വിജാതീയനായ കുഷ്ഠരോഗി. 10 കുഷ്ഠരോഗികൾ വന്ന് ഈശോയോട് ചോദിക്കുകയാണ്, കർത്താവേ ഞങ്ങളെ സഹായിക്കണം. ഈശോ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക. ഈ കുഷ്ഠരോഗിയുടെ ആദ്യത്തെ നന്മ അവിടെയാണ്. ഒരത്ഭുതവും നടന്നിട്ടില്ല, ഒരു കുഷ്ഠവും മാറിയിട്ടില്ല. പക്ഷേ ഈശോ പറഞ്ഞു, പോയി പുരോഹിതർക്ക് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ 10 പേരും കണ്ണടച്ച് വിശ്വസിച്ച് നടക്കാൻ തുടങ്ങി. എനിക്കെപ്പോഴും അത്ഭുതമാണ്, എന്തുറപ്പിച്ച ഇവർ നടക്കാൻ പോയത്, എന്തുറപ്പിച്ച ഇവർ പുരോഹിതരുടെ അടുത്തേക്ക് പോയത്. പോയി നാണം കെടില്ലെന്ന് എന്താ ഉറപ്പ്? അവർ കണ്ണടച്ച് അങ്ങ് വിശ്വസിച്ചു. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ചോദിച്ചേനെ, ഒരു കുഷ്ഠം ഒരെണ്ണം ഒന്ന് മാറ്റിത്ത, ആ ഒരു ഉറപ്പിൽ ഞങ്ങൾക്ക് പോകാമല്ലോ. ഒന്നും മാറ്റാതെ നമ്മളാരും അങ്ങനൊന്നും തിരികെ നടന്നു പോകില്ല. ഇവർ നടന്നു പോയപ്പോൾ പോകുന്ന വഴിയെ അത്ഭുതം നടന്നു. ഇതോർത്ത് വെച്ചേക്കണേ, അനുസരണത്തിൻ്റെ വഴിയിലാണ് അത്ഭുതം ദൈവം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അനുസരണത്തിൻ്റെ വഴിയെ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ദൈവം, ചെയ്യ്. അപ്പോൾ നമ്മൾ പറയും, ഒന്നും കാണുന്നില്ലല്ലോ, ചെയ്യ്. ചെയ്യുന്ന വഴിയെ ദൈവം അനുഗ്രഹം തരും. അനുഗ്രഹം കിട്ടി. ഇവർക്കെല്ലാം മനസ്സിലായി ഞങ്ങളുടെ കുഷ്ഠം മാറി. കുഷ്ഠം മാറിയെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ 9 പേര് മുന്നോട്ട് നോക്കി. അതായത് ഞങ്ങൾ പോയി ഇത് കാണിച്ചു കൊടുക്കുന്ന പുരോഹിതർ, അത് കഴിയുമ്പോൾ ഞങ്ങളെ കാത്തിരിക്കുന്ന കുടുംബ പ്രവേശനം, സമൂഹ പ്രവേശനം, ഞങ്ങളുടെ ഇനി അധ്വാനിച്ചുണ്ടാക്കാൻ പോകുന്ന പണം, ഞങ്ങളുടെ പേരും പെരുമയും തിരിച്ചു കിട്ടുന്നത്. 9 പേര് മുന്നോട്ട് മാത്രം നോക്കി, ഒരാൾ പുറകോട്ട് നോക്കി. വന്ന വഴിയിലെ അനുഗ്രഹത്തെ തിരിഞ്ഞു നോക്കി. അവന് മുന്നോട്ട് ചുവട് വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവന് കഴിയില്ല പുറകോട്ട് പോകാതെ മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ തിരിച്ചു നടന്നിട്ട് പോയി നന്ദി പറയുകയാണ് ഈശോയോട്. പ്രിയമുള്ളവരെ, നമ്മളുമൊക്കെ മുന്നോട്ട് കുതിക്കാൻ വെമ്പുകയാണ്. വളരണം, ഇനിയും വളരണം, വലുതാകണം, ഇനിയും സമ്പന്നനാകണം, ഇനിയും ശമ്പളം കൂടണം, കച്ചവടം കൂട്ടണം, എൻ്റെ പ്രശസ്തി ഏറ്റണം. മുന്നോട്ട് കുതിക്കുകയാണ്. മുന്നോട്ട് കുതിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് നിൽക്കണേ. ഇടയ്ക്കൊന്ന് നിന്നിട്ട് ഒന്ന് പുറകോട്ട് നോക്കണം. പിന്നിട്ട വഴിയിൽ നന്ദി പറയാൻ മറന്നുപോയ ഒരുപാട് പേരുണ്ട്. ഒന്ന് പുറകോട്ട് നടന്ന് പോയി നന്ദി പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാമല്ലോ. ആ കൂട്ടത്തിൽ ആരൊക്കെ വരും? മാതാപിതാക്കൾ, പണ്ട് പഠിപ്പിച്ച അധ്യാപകർ, കൂടപ്പിറപ്പുകൾ, സുഹൃത്തുക്കൾ, സൗകര്യത്തോടെ മറന്നുപോയ ഒരുപാട് പേര്. തിരികെ പോയി ഒന്ന് നന്ദി പറയണം നമുക്ക്. ഈശോ പോലും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു നന്ദി. അതുകൊണ്ട് അവൻ ചോദിച്ചത്, സുഖപ്പെട്ടവർ 10 പേരല്ലേടാ, ബാക്കി 9 പേരെവിടെ? നന്ദി കെട്ട സമൂഹമായി നമ്മൾ മാറിപ്പോകാതിരിക്കട്ടെ. നമുക്കൊന്ന് തിരികെ നടക്കണം, തിരികെ ചെന്നൊന്ന് നന്ദി പറയണം. ആമേൻ.